എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് PSC 2024 നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനാണ്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, താന്തിയ തോപ്പി. താന്തിയ തോപ്പിയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്. അടുത്ത ചോദ്യം, പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമന്മാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമന്മാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം. ആൻസർ ഓപ്ഷൻ ഡി, പട്ടണം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, ജനീവ. അടുത്ത ചോദ്യം, ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. 1. നിസ്സഹകരണ പ്രസ്ഥാനം. 2. ഹേദ സത്യാഗ്രഹം. 3. ചമ്പാരൻ സത്യാഗ്രഹം. 4. സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ശരിയായ ക്രമത്തിൽ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ, 3, 2, 1, 4. ആദ്യത്തേത് ചമ്പാരൻ സത്യാഗ്രഹം, അടുത്തത് ഹേദ സത്യാഗ്രഹം, അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം, ലാസ്റ്റ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അടുത്ത ചോദ്യം, 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. ആൻസർ ഓപ്ഷൻ ബി, വക്കം അബ്ദുൾ ഖാദർ മൗലവി. വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് 2023 150-ാം ജന്മവാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകൻ. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉം മാത്രം. 1. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. 2. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അടുത്ത ചോദ്യം, തിരമാലകൾ എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ 2. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹത്തെയാണ് തിരമാലകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്ന്. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്ന്. ആൻസർ ഓപ്ഷൻ എ, പുറം പണിക്കാർ. അടുത്ത ചോദ്യം, GST നിലവിൽ വന്നത് ഏത് വർഷം? GST നിലവിൽ വന്നത് ഏത് വർഷം? ആൻസർ ഓപ്ഷൻ സി, ജൂലൈ 2017. അടുത്ത ചോദ്യം, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി അഥവാ ന്യൂ എക്കണോമിക് പോളിസി 1991 യോജിക്കാത്ത പ്രസ്താവന ഏത്? പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ. ഓപ്ഷൻ ബി, സഹകരണ ഫെഡറലിസം. ഓപ്ഷൻ സി, നിരീക്ഷണവും വിലയിരുത്തലും. ഓപ്ഷൻ ഡി, ഇവയല്ല. ആൻസർ ഓപ്ഷൻ ഡി, ഇവയല്ല. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY നിലവിൽ വന്നത് എന്നാണ്? പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, 28 ഓഗസ്റ്റ് 2014. 2014 ഓഗസ്റ്റ് 28-നാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ ഓപ്ഷൻ, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. 2.
കോടതിയെ സമീപിക്കാവുന്നതാണ്. 3 വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. 4 അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം. 1 ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. 2 കോടതിയെ സമീപിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം? സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം 248. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ 1 സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. 2 സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. 3 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ്. 4 ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. 1 സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. 2 സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. അടുത്ത ചോദ്യം, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ആൻസർ ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റിലാണ് ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 1 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. ഓപ്ഷൻ 2 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. ഓപ്ഷൻ 3 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. ഓപ്ഷൻ 4 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. ആൻസർ ഓപ്ഷൻ സി 3ഉം 4ഉം ശരി. 3 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 4 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ബി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. സി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. ആൻസർ ഓപ്ഷൻ എയും ബിയും ശരി. എ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ബി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 1 1988 സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി. ഓപ്ഷൻ 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. ഓപ്ഷൻ 3 കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. ഓപ്ഷൻ 4 അന്തരിച്ചത് 2023 നവംബർ 22. ആൻസർ ഓപ്ഷൻ ബി 2, 3. 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. 3 കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്ത് സംബന്ധിച്ച ആർട്ടിക്കിൾ. ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 358. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? ആൻസർ ഓപ്ഷൻ ബി 3ഉം 4ഉം. 3 വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. 4 ഗൊണാഡോട്രോഫിക് ഹോർമോൺ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്നു. അടുത്ത ചോദ്യം, RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തൈമിൻ. തൈമിനാണ് RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. അടുത്ത ചോദ്യം, ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. ആൻസർ ഓപ്ഷൻ എ ചെറുതന.
ആലപ്പുഴ ജില്ലയിലാണ് ചെറുതന പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ ഡി, ഡ്രൂ വെയ്സ്മാൻ. ഡ്രൂ വെയ്സ്മാൻ ആണ് 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, റേഡിയോ തരംഗം. റേഡിയോ തരംഗമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി. അടുത്ത ചോദ്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, നിക്കൽ. അടുത്ത ചോദ്യം, വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ബി, ബോയിൽ നിയമം. അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, ഹീലിയം. അടുത്ത ചോദ്യം, അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ സി, കൂടിയാട്ടം. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതാണ്? ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫുട്ബോൾ. ഫുട്ബോൾ ആണ് ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം. അടുത്ത ചോദ്യം, ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, കുമാരനാശാൻ. കുമാരനാശാനെയാണ് ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ തൻ ആരുടെ വാക്കുകളാണ്? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യുവിനു പെറ്റമ്മ തൻ ഭാഷ തൻ ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ, വള്ളത്തോൾ. അടുത്ത ചോദ്യം, അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ്? അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, H9N2. അടുത്ത ചോദ്യം, ശരിയായ പ്രയോഗം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം ശരിയാണ്. 1 10 തെങ്ങ്, 3 100 പുസ്തകം. അടുത്ത ചോദ്യം, നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം. ആൻസർ ഓപ്ഷൻ സി, നേത്രി. അടുത്ത ചോദ്യം, മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായപദം ഏതാണ്? മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായപദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 3ഉം 4ഉം ശരിയാണ്. 3 തൈജസകീടം, 4 ഹദ്യോതം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം ശരിയാണ്. 1 വഞ്ചകൻ. അടുത്ത ചോദ്യം, ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം ഏതാണ്? ഓപ്ഷൻ 1 അർത്ഥം, ഓപ്ഷൻ 2 വിത്തം, ഓപ്ഷൻ 3 അർദ്ധം, ഓപ്ഷൻ 4 ആനനം. ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉം. 1 അർത്ഥം, 2 വിത്തം. അടുത്ത ചോദ്യം, ശരിയായ വാക്കുകൾ ഏത്? ശരിയായ വാക്കുകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 2ഉം 4ഉം ശരിയാണ്. രക്ഷകർത്താവ്, ഹാർദം. അടുത്ത ചോദ്യം, ഫാഷൻ മങ്കർ എന്ന പദത്തിന് ഉചിതമായ തർജിമ ഏത്? ഫാഷൻ മങ്കർ എന്ന പദത്തിന് ഉചിതമായ തർജിമ ഏത്? ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം ശരിയാണ്. അഴകിയ രാവണൻ. ഫാഷൻ മങ്കറിന് ഉചിതമായ തർജിമ അഴകിയ രാവണൻ. അടുത്ത ചോദ്യം, കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത്? കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത്? ആൻസർ ഓപ്ഷൻ സി, 2 മാത്രം ശരിയാണ്. ഓപ്ഷൻ 2
കഥാസാരം. അടുത്ത ചോദ്യം, പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്. പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്. ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉം ശരിയാണ്. 1 പിൻ പ്ലസ് കാലം, പിൽക്കാലം. കൺ പ്ലസ് നീര്, കണ്ണീര്. അടുത്ത ചോദ്യം, അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം ഏത്? അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം. ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം ശരിയാണ്. 4 ഉള്ളിൽ വിരോധവും പുറമെ സ്നേഹവും. അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം ഉള്ളിൽ വിരോധവും പുറമെ സ്നേഹവും എന്നാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ബോർഡിലോൺ. അടുത്ത ചോദ്യം, വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആഞ്ഞിലി. അടുത്ത ചോദ്യം, ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? ആൻസർ ഓപ്ഷൻ എ WWF. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ സി ഭോപ്പാൽ. അടുത്ത ചോദ്യം, മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ആൻസർ ഓപ്ഷൻ ബി തിമിംഗല സ്രാവ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത്? താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ ബി വയനാട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചെങ്കുറിഞ്ഞി. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കാസർഗോഡ്. അടുത്ത ചോദ്യം, ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ആൻസർ ഓപ്ഷൻ ഡി ചെന്നൈ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. അടുത്ത ചോദ്യം, സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ കേരള ഫോറസ്റ്റ് ആക്ട് 1961. 1961 കേരള ഫോറസ്റ്റ് ആക്ട് ആണ് കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത്. അടുത്ത ചോദ്യം, എന്താണ് NTFP? എന്താണ് NTFP? ആൻസർ ഓപ്ഷൻ ബി തടിയിതര വനോൽപ്പന്നങ്ങൾ. അടുത്ത ചോദ്യം, പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം ഏതാണ്? പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1992. അടുത്ത ചോദ്യം, IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. ആൻസർ ഓപ്ഷൻ ബി സെഷൻ 65.
അടുത്ത ചോദ്യം, ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 66.